അതിൻ്റെ കൂടെയാണ് ഈ അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ ഗുജറാത്തിൽ വലിയ പ്രക്ഷോഭം, നവനിർമ്മാൺ സമിതി എന്ന പേരിൽ ഒരു സംയുക്ത സമരസമിതിയൊക്കെ ഉണ്ടാക്കി ഗുജറാത്തിൽ വലിയ പ്രക്ഷോഭം ഉണ്ടാക്കി. ആ പ്രക്ഷോഭത്തിനെ നേരിടാൻ പോലീസ്, പട്ടാളം, CRPF 3 വിങ്ങും ഉണ്ട്. ഇതുകൂടാതെ ഇന്ദിരാ ബ്രിഗേഡ്, സജ്ജയ സേന, നെഹ്റു ബ്രിഗേഡ് എന്നുവെച്ചാൽ ഗുണ്ടാ സംഘങ്ങളാണിതെല്ലാം. ആ ഗുണ്ടാ സംഘങ്ങളുടെ പേരാണ് നമ്മളിവിടെ ഗോപാലസേന എന്ന് പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി, AKGയുടെ പേരിൽ ഗോപാലസേന എന്ന് പറഞ്ഞാൽ ഗുണ്ടാ സംഘമായിരുന്നു. ഇതുപോലെ നെഹ്റു ബ്രിഗേഡ്, ആലോചിച്ച് നോക്കണം, അഹിംസാവാദികൾ എന്ന് പറയുന്ന കൂട്ടർ 3 ഗുണ്ടാ സംഘങ്ങളെ ഉണ്ടാക്കി ജനകീയ സമരങ്ങളെ അടിച്ചമർത്താൻ പോലീസിനെയും പട്ടാളത്തിനെയും CRPFനെയും കൂടാതെ അവർ ഇതിനെ നേരിടുന്നു. വെടിവെപ്പുണ്ടാവുന്നു. 43 പേരും മരിച്ചു ആ വെടിവെപ്പിൽ. 108 ആൾക്കാർ വെടിവെപ്പ് പരിക്കേറ്റ ആശുപത്രിയിലുമായി ഗുജറാത്തിൽ മാത്രം. അത് കൂടാതെ ആ പ്രക്ഷോഭം മൂത്തിട്ട് മുഖ്യമന്ത്രി ചിമൻഭായ് പട്ടേൽ രാജിവെക്കുന്നു നിവൃത്തിയില്ലാതെ. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ അതുവരെയുള്ള ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കോൺഗ്രസ് ഇതര ഗവൺമെൻറ് വരുന്നത് ഗുജറാത്തിലാണ്. ഈ പറയുന്ന പ്രക്ഷോഭത്തെ തുടർന്നാണ്. ഏതാണ്ട് ഇതേ സന്ദർഭത്തിൽ തന്നെ ബീഹാറിലും പ്രക്ഷോഭം ഉണ്ടാവുന്നുണ്ട്. ബീഹാറിലെ പ്രക്ഷോഭം ABVP അടക്കമുള്ള വിദ്യാർത്ഥികളാണ് മുൻകൈയെടുത്തത്. ആ പ്രക്ഷോഭത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ എല്ലാം ചേർന്ന് ഛത്രം സംഘർഷ സമിതി എന്നൊരു സംയുക്ത സമരസമിതി ഉണ്ടാക്കി. അവർ പ്രക്ഷോഭം നടത്തി. 1974 മാർച്ച് 16 കളക്ട്രേറ്റുകൾ ഘെരാവോ നടത്താൻ തീരുമാനിച്ചു. ആ ഘെരാവോയിൽ വെടിവെപ്പുണ്ടായി. 7 ചെറുപ്പക്കാർ മരിച്ചു. സമരം അതുകൊണ്ട് അവസാനിച്ചില്ല. ആ സമരം ഏറ്റെടുക്കണം എന്ന് വിദ്യാർത്ഥികളുടെ സംയുക്ത സമരസമിതിയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ജയപ്രകാശ് നാരായണനോട് ആവശ്യപ്പെടുന്നു. ഈ പ്രക്ഷോഭത്തിൻ്റെ, ഈ അഴിമതി വിരുദ്ധ ദുർഭരണ വിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ നേതൃത്വം അങ്ങ് ഏറ്റെടുക്കണം. കാരണം ജയപ്രകാശ് നാരായണൻ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ നായകന്മാരിലൊരാളാണ്. അങ്ങനെ ഒരു വലിയ ഇമേജ് ഉള്ള ആളാണ്, പ്രായമുണ്ടെങ്കിലും. അദ്ദേഹത്തിനോട് ഏറ്റെടുക്കണം എന്ന് പറയുന്നു. JP ആ സമരം ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്ന ഒരു ആഹ്വാനമുണ്ട്. ആ ആഹ്വാനം എല്ലാവരും അറിയേണ്ടതും ഒരു വികാരനിർഭരമായ അദ്ദേഹത്തിൻ്റെ ആഹ്വാനം അത് മാത്രം ഞാനൊന്ന് വായിക്കാം. ഈ രാജ്യത്ത് ആധ്യാത്മിക ചിന്ത വൃദ്ധന്മാരുടെ വിഷയമായിരുന്നില്ല, യുവജനങ്ങളുടെ വിഷയമായിരുന്നു. ജീവിതത്തിൻ്റെ കുരുക്ഷേത്രത്തിൽ ഋഷികേശൻ ആധ്യാത്മികതയുടെ പാഞ്ചജന്യം മുഴക്കിയപ്പോൾ അദ്ദേഹം വൃദ്ധനായിരുന്നില്ല, യുവാവായിരുന്നു. പത്നിയെയും പുത്രനെയും ഉപേക്ഷിച്ച് സാംസ്കാരിക വിപ്ലവത്തിന് ബുദ്ധൻ ഇറങ്ങിത്തിരിച്ചത് വാർദ്ധക്യത്തിലായിരുന്നില്ല, യൗവനത്തിലായിരുന്നു. ശ്രീശങ്കരൻ ദിഗ്വിജയത്തിന് പുറപ്പെട്ടത് വാർദ്ധക്യത്തിലല്ല. ചിക്കാഗോയിലെ വേദിയിൽ നിന്ന് വേദാന്ത മഹത്വം ഉദ്ഘോഷിച്ചപ്പോൾ വിവേകാനന്ദൻ വൃദ്ധനായിരുന്നില്ല. ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനത്തിൻ്റെ ദാവാഗ്നിയിലേക്ക് എടുത്തുചാടി ആത്മീയതയുടെ ആഗ്നേയാസ്ത്രം പ്രയോഗിച്ചപ്പോൾ ഗാന്ധിജിയും യുവാവായിരുന്നു. ഭാരതത്തിൻ്റെ ആധ്യാത്മികത വാർദ്ധക്യത്തിൻ്റെ ആയിരുന്നിട്ടില്ല, മറിച്ച് അത്യുന്നതിയിലേക്കുള്ള യുവത്വത്തിൻ്റെ പറന്നുയരൽ ആയിരുന്നു. അതുകൊണ്ട് സമഗ്ര വിപ്ലവത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കേണ്ടത് യുവാക്കളാണ് എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് യുവാക്കളെ, ഈ സർവകലാശാല വിദ്യാർത്ഥികളെ അദ്ദേഹം അതിൻ്റെ ഒരു തീവ്രത, പറയുന്ന ആൾ അപ്പോൾ വൃദ്ധനാണെങ്കിലും അത് നിങ്ങളാണ് ഏറ്റെടുക്കേണ്ടത് എന്ന് പറയുന്ന ആ ക്വിറ്റ് ഇന്ത്യ സമരനായകൻ്റെ അത് പറയുമ്പോൾ സത്യത്തിൽ എനിക്ക് തന്നെ ഒരു രോമാഞ്ചം ഉണ്ടാകുന്നുണ്ട്. എന്തൊരു കരുത്തോടെയാണ് അദ്ദേഹം അത് ഏറ്റെടുക്കുന്നത്. അങ്ങനെയാണ് JP ഈ അഴിമതി വിരുദ്ധ പ്രക്ഷോഭത്തിലേക്കാണ്, അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രക്ഷോഭത്തിലേക്കല്ല JP വരുന്നത് എന്ന് നാം വിചാരിക്കേണ്ടതുണ്ട്. അതിനുശേഷം JPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യാത്ര നടത്താൻ തീരുമാനിക്കുന്നുണ്ട്. അതിനെ നിരോധിച്ചു ഇന്ദിരാഗാന്ധി. ഏപ്രിൽ 12 അതിനെ തുടർന്ന് ഏപ്രിൽ 12 പാറ്റ്നയിൽ വായ് മൂടിക്കെട്ടി പ്രകടനം നടത്തി. അതിൻ്റെ നാട് മുഴുവൻ, ബീഹാറിൽ മുഴുവൻ നടക്കുകയാണല്ലോ. ഗയയിൽ നടത്തിയ പ്രക്ഷോഭത്തിനെതിരെ വെടിവെപ്പുണ്ടായി. ആ വെടിവെപ്പിൽ 8 പേര് മരിച്ചു. തുടർന്ന് രാജ്ഭവൻ മാർച്ച് തീരുമാനിച്ചു. 5 ലക്ഷം പേരാണ് JPയുടെ നേതൃത്വത്തിൽ രാജ്ഭവൻ മാർച്ച് നടത്തിയത്. ആ സമ്പൂർണ്ണ വിപ്ലവം അവിടെയാണ് പ്രഖ്യാപിക്കുന്നത്. ആ പ്രഖ്യാപനത്തിലാണ് അദ്ദേഹം ഈ ആഹ്വാനം മുഴക്കുന്നതും. സമ്പൂർണ്ണ വിപ്ലവം എന്നൊരു പ്രയോഗമുണ്ടല്ലോ, ആ പ്രഖ്യാപനത്തിലാണ് ഇത് നടത്തുന്നത്. JPക്ക് മർദ്ദനമേൽക്കുന്നത് അത് പിന്നീടാണ്. ഈ അടിയന്തരാവസ്ഥയുടെ സമരം
ഒക്കെ പിന്നീട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ, അതിലാണ് മർദ്ദനമൊക്കെ ഏൽക്കുന്നത്. ഇതിപ്പം ജനകീയ പ്രക്ഷോഭം നയിക്കുകയാണല്ലോ, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല. അദ്ദേഹം വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കാൻ പറയുന്നുണ്ട്, സർവകലാശാലകൾ പഴയ കാലത്തെ പോലെ, സ്വാതന്ത്ര്യ സമര കാലത്തെ പോലെ. അന്ന് ബീഹാറിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി JP പറയുന്നുണ്ട് വിദ്യാഭ്യാസം ബഹിഷ്കരിക്കുന്നതൊക്കെ തെറ്റല്ലേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ചില സന്ദർഭങ്ങളിൽ വിദ്യാഭ്യാസത്തെ കഴിഞ്ഞും പ്രധാനപ്പെട്ട ചില ഗുരുതരമായ സാഹചര്യം വരും, അപ്പോൾ വിദ്യാഭ്യാസമല്ല മുഖ്യം എന്ന് JP അതിന് മറുപടിയൊക്കെ പറയുന്നുണ്ട്. അതിനെ തുടർന്ന് ഒക്ടോബർ 3 ബീഹാർ ബന്ദ് പ്രഖ്യാപിക്കുന്നുണ്ട്. ആ ബന്ദിൽ നടത്തിയ സമരങ്ങളിൽ വെടിവെപ്പുണ്ടാകുന്നു. ഇവിടെയൊക്കെ വെടിവെപ്പുണ്ടാവുകയാണ്. 7 മരണം ഉണ്ടാവുന്നുണ്ട്. 74 നവംബർ 4 നിയമസഭാ പിക്കറ്റിംഗ് പ്രഖ്യാപിക്കുന്നു. കൊടിയ മർദ്ദനവും അറസ്റ്റും ഒക്കെ നടക്കുന്നുണ്ട്. JP ഒക്കെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ JPക്ക് അടി കിട്ടുന്നുണ്ട്. ഈ ക്രൂരമായ മർദ്ദനം എന്നുള്ളത് പിന്നീട് നടക്കുന്നുണ്ടെങ്കിലും ഈ നിയമസഭാ പിക്കറ്റിങ്ങിൽ JPക്ക് മർദ്ദനം ഏൽക്കുന്നുണ്ട്. ആ സമയത്താണ് ഈ സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ 3 തരം ഗുണ്ടകളെ ഇറക്കുകയും സമരം നടത്തുന്നവരെ മുഴുവൻ ആക്രമിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങൾ. ഏതാണ്ട് വിവിധ വെടിവയ്പ്പുകളിലായി 100-ലധികം ആൾക്കാർ. ഒന്നാലോചിക്കണം, ഒരു സംസ്ഥാനത്ത് ഇപ്പം നമ്മുടെ കേരളത്തിൽ നടത്തിയ ഈ വിമോചന സമരത്തിൽ അങ്കമാലിയിൽ നടന്ന വെടിവയ്പ്പിൽ 5 പേരോ 7 പേരോ മറ്റോ ആണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ്. ഇത് ബീഹാറിലും ഗുജറാത്തിലും വ്യാപകമായി അടിയും വെടിയും നടക്കുകയാണ്. ഡസൻ കണക്കിന് ആൾക്കാർ മരിക്കുന്നു, അനേകം പേർ ആശുപത്രിയിലാവുന്നു, 100 കണക്കിന് 1000-കണക്കിന് ആൾക്കാർ ജയിലിലാവുന്നു. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒഴിച്ചുള്ളവരെല്ലാം സമരത്തിലാണ്. അവിടെയും സമരത്തിൽ, ഈ അഴിമതി വിരുദ്ധ സമരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല, JPയുടെ നേതൃത്വത്തിൽ നടന്നത്. ഇതിനിടയിലാണ് ഈ ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രശ്നം വരുന്നത്. അപ്പോൾ ഇതുവരെ അതിന് മുൻപുള്ളത്, അതായത് അടിയന്തരാവസ്ഥയ്ക്ക് മുൻപുള്ള പ്രക്ഷോഭം എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിക്കെതിരെ അല്ലെ ഒരു ഭരണാധികാരിക്കെതിരെ എന്നുള്ളത് മാത്രമല്ല. അനേകം കാര്യങ്ങൾ, പട്ടിണിയുടെ, ദാരിദ്ര്യത്തിൻ്റെ, തൊഴിലില്ലായ്മയുടെ, കൃഷിനാശത്തിൻ്റെ, കൈക്കൂലിയുടെ, ഇതെല്ലാം ചേർന്ന് അതിനെക്കുറിച്ച് പാർലമെൻറ്റിൽ ചോദ്യം ഉണ്ടായപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞ ഒരു പ്രമുഖമായ, അതിന് ഇൻവെർട്ടർ കോമായി പറയണം, ഒരു വാക്യമുണ്ട്, അഴിമതി ആഗോള പ്രതിഭാസമാണ്. അതിപ്പോൾ നമ്മളായിട്ട് തടയാൻ കഴിയില്ല, നമുക്കായിട്ടത് ഇല്ലാണ്ടാക്കാനും കഴിയും. ലോകം മുഴുവനുള്ള ഒരു കാര്യത്തിന് ഇപ്പോൾ സുനാമി വന്നു, ഭാരതത്തിന് മാത്രമായിട്ട് തടയാൻ കഴിയില്ലല്ലോ എന്നതുപോലെ നിസാരവൽക്കരിച്ച് ഈ കാര്യത്തെ കൊണ്ടുപോവുകയായിരുന്നു. ഈ പ്രക്ഷോഭങ്ങൾ നാട് മുഴുവൻ അടിക്കുന്നു. ബീഹാറിലും ഗുജറാത്തിലും പ്രത്യേകിച്ചും അത് രൂക്ഷമായി നടക്കുന്നു. ഇതിൻ്റെ ഈ കൂട്ടത്തിരമാലയുടെ പിന്നാലെയാണ് ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അഴിമതി.